ഹിന്ദു ന്യൂനപക്ഷങ്ങൾ 8% വരുന്ന ഹൈന്ദവ ന്യൂനപക്ഷം വലിയ രീതിയിൽ വേട്ടയാടപ്പെടുകയും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും ഒരു രണ്ടാം ക്ലാസ് പൗരന്മാരായി മാറുകയും ചെയ്യുന്നു. ഇത് നമുക്ക് തോന്നാം ഇപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. അങ്ങനെയല്ല, കുറച്ച് കാലമായി ബംഗ്ലാദേശിൻ്റെ അടിസ്ഥാന ചിന്തയിൽ വന്ന മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ് ഷെയ്ഖ് ഹസീനയുടെ ഒരു കൊഴിഞ്ഞു പോക്കും അതിനുശേഷം വന്ന ഭരണകൂടം. വലിയ പ്രതീക്ഷയോടുകൂടി മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വരുമ്പോൾ, താൽക്കാലികമെങ്കിലും ഒരു ഭരണകൂടം വരുമ്പോൾ സ്ഥിതിഗതികൾ നോർമലൈസ് ചെയ്യപ്പെടും എന്ന പ്രതീക്ഷയാണ് അസ്ഥാനത്തായത്. ഇവിടെ നോക്കൂ, അവിടെ ബംഗ്ലാദേശിൽ കുറച്ച് കാലമായി നേരത്തെ ശ്രീ ഡോക്ടർ ഗോപകുമാർ സൂചിപ്പിച്ച ഈ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറുന്ന റോഹിംഗ്യ മുസ്ലിംസ്, അത് മ്യാൻമാറിൽ നിന്നുള്ള അഭയാർത്ഥികളായി കടന്നു വരികയും അത് വലിയ എണ്ണത്തിലേക്കാണ് വരുന്നത്, ബംഗ്ലാദേശിലേക്കാണ് അവർ വരുന്നത്. അവർ കൊണ്ടുവരുന്ന ഒരു ഡിഫറെൻറ്റ് കൾച്ചർ, അതൊരു ബംഗാളി കൾച്ചറിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കൾച്ചറാണ്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ലോകത്തെല്ലായിടത്തും ശക്തമായി വരുന്നത് പോലെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം ശക്തമായി വരികയാണ്. ഈ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റ് നടന്നതിൻ്റെ പിന്നിൽ പോലും, അത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന പ്രൊട്ടസ്റ്റിന് പിന്നിൽ പൊതുവെ പറയപ്പെടുന്ന കാരണം റിസർവേഷൻ പോളിസിയാണ്. 30% സംവരണം ഈ ദേശീയവാദികൾക്ക്, അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിൾ 71-ലെ സംഘർഷത്തിൽ പങ്കെടുത്ത ദേശീയവാദികൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം. പക്ഷെ കോടതി പോലും അതിനെ തിരസ്കരിച്ചിട്ട് പോലും പ്രക്ഷോഭം തുടർന്നത് ഇതൊരു നിമിത്തമായിരുന്നു. ഒരു ട്രാൻസിഷൻ ഒരു കാരണവശാലും ഷെയ്ഖ് ഹസീനയ്ക്ക് തുടർച്ചയായ നാലാമത്തെ ഒരു ടേം അത് പൂർത്തിയാക്കാൻ സാധിച്ചാൽ ബംഗ്ലാദേശിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് കുറച്ചുകൂടി ഉറക്കുകയാണ്. ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ പോലും, ഇസ്ലാമിനെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബംഗ്ലാദേശിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സെക്യുലർ ഒരു ഫാബ്രിക് ഉണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക്, മതപരമായ വംശീയമായ ന്യൂനപക്ഷങ്ങൾക്ക് തുല്യ സാധ്യതകൾ കൽപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ്. പാകിസ്ഥാൻ ഭരണഘടനയേക്കാൾ വ്യത്യസ്തമായ ഒരു ഭരണഘടനയാണ്, കുറച്ചുകൂടെ പുരോഗമനാത്മകമായ ഒരു ഭരണഘടനയാണ്. പക്ഷേ ബംഗ്ലാദേശ് അവാമി ലീഗിൻ്റെ ഒരു പോളിസി തന്നെ ഹൈന്ദവരെയും ബുദ്ധമതക്കാരെയും ക്രൈസ്തവരെയും എല്ലാം ചേർത്ത് പിടിക്കണം. അപ്പോൾ ഒരു മതമൗലിക ചിന്തയില്ല അവിടെ. അത് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ഒരു ലെഗസി തന്നെയാണ് അവിടെ പിന്തുടർന്ന് കാണുന്നത്. പക്ഷേ മറുപക്ഷത്ത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ചിന്ത റാഡിക്കലായി മാറ്റം വന്നിരിക്കുന്നു. ഒരു ഇസ്ലാമിക വൽക്കരണം ആ ഭാഗത്ത് നടന്നു. അതായത് ഈ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ രണ്ടാം കിടക്കാരായി മാറ്റുകയും അവർ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ വോട്ട് ബാങ്കായി ഹിന്ദുക്കളെ പൂർണ്ണമായി കാണുകയും ആ ആളുകൾക്ക് അനർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്ന ഒരു പരിഭവം ഭൂരിപക്ഷ മുസ്ലിം മനസ്സുകളിൽ നിറച്ചതിന് ബീഗം ഖാലിദ സിയയ്ക്കും ആ ബീഗം ഖാലിദ സിയയുടെ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കും ഒരു റോളുണ്ട്. അതോടൊപ്പം തന്നെയാണ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റും കൂടി വന്നത്. ആ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റിനകത്ത് നുഴഞ്ഞുകയറ്റം വളരെ വലിയ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നുഴഞ്ഞുകയറ്റം സംഭവിച്ചു. അങ്ങനെ ഒരു മാസ് ഹിസ്റ്റീരിയായി വന്നു. അത് ഖാലിദ സിയയ്ക്കെതിരെയുള്ള ഹിസ്റ്റീരിയ മാത്രമല്ല, അത് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൂടി അത് തിരിഞ്ഞു. കാരണം അവാമി ലീഗിനെ പിന്തുണച്ചിരുന്നവരെ ഹിന്ദു വിഭാഗങ്ങളാണ് എന്നത് നിസ്തർക്കമായി കരുതാം. അങ്ങനെ പല രീതിയിലുള്ള ഒരു മാറ്റം ബംഗ്ലാദേശിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പസിഷനിലും മൈൻഡ് സെറ്റിലും വന്ന മാറ്റം യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതാണ് ഒരുപക്ഷെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഇപ്പോൾ കലാശിച്ച പ്രധാനപ്പെട്ട കാറ്റലിസ്റ്റ്.